റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കണ്ണൂരിൽ അർജുൻ ആയങ്കിയെ സഹായിച്ചത് അര ഡസൻ സുഹൃത്തുക്കൾ. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി കണ്ണൂരിലെത്തിയ അർജുൻ ആയങ്കിക്ക് അഴീക്കോട് സ്വദേശികളായ ജിതിനും സുഭാഷുമാണ് ഒളിത്താവളം ഒരുക്കിയത്. ജിതിൻ, സുഭാഷ് വ്യാഴാഴ്ച മട്ടന്നൂരിലെ പ്രണവിന്റെ ജോലി സ്ഥലത്ത് എത്തി. സുജിൻ എന്ന സുഹൃത്താണ് തളിപ്പറമ്പിൽ സഹായം നൽകിയത്. ഒളിവിൽ കഴിയുന്നതിനിടെ 3-ലധികം കാറുകൾ മാറി മാറി ഉപയോഗിച്ചു. അർജുൻ സ്ഥിരം സഞ്ചരിക്കുന്ന പ്രണവിന്റെ കാർ പോലീസിനെ കബളിപ്പിക്കാൻ നഗരത്തിലൂടെ ഓടിക്കുകയും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. അർജുൻ ഈ അർജുൻ ആയെങ്കിൽ മൊത്തത്തിൽ പോലീസിനെ കബളിപ്പിച്ചത് ഒരു സിസ്റ്റമാറ്റിക്കായ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ്. അതിൽ 6ഓളം സുഹൃത്തുക്കൾ, 3-ലധികം കാറുകൾ, പലരും അർജുൻ ആയെങ്കിക്ക് അറിയാവുന്ന പ്രദേശമാണ്. അവിടെയൊക്കെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രണവിന്റെ കാറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പലതവണ സഞ്ചരിക്കുകയും ഫോണുകൾ മാറി മാറി ഉപയോഗിക്കുകയും ഫോണിന്റെ അഡ്മിൻ പ്രണവിനെ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അതായത് കൃത്യമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഒളിച്ച് താമസിക്കാൻ, അല്ലേ? ഡോക്ടറും തീർച്ചയായിട്ടും കൃത്യമായ ആസൂത്രണത്തോടു കൂടിയും കൃത്യമായ ഒരു പദ്ധതിയുടെ എക്സിക്യൂഷനുമായിരുന്നു അർജുൻ ആയെങ്കിൽ നടത്തിയത് എന്ന് വേണം നമുക്ക് ഈ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച, അതായത് 5-ാം തീയതി തന്നെ അർജുൻ ആയെങ്കിൽ കണ്ണൂരിലേക്ക് എത്തിയിരുന്നു. 5-ാം തീയതി രാത്രിയിലാണ് അർജുൻ ആയെങ്കിൽ കണ്ണൂരിലേക്ക് എത്തുന്നത്. അന്ന് രാത്രി അർജുൻ ആയെങ്കിക്ക് കഴിയാനുള്ള താമസ സ്ഥലം അല്ലെങ്കിൽ ഒളിത്താവളം ഒരുക്കി നൽകിയത് അർജുന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ജിതിൻ എന്ന കുട്ടനും അതുപോലെ തന്നെ സുഭാഷും. ഇവർ രണ്ടുപേരും അഴീക്കോട് ഭാഗത്തുള്ള ആളുകളാണ്. ഇവർ അർജുൻ ആയെങ്കിയുടെ അടുത്ത സുഹൃത്തുക്കളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അന്ന് രാത്രി ഇവരുടെ സംരക്ഷണയിലാണ്, അല്ലെങ്കിൽ ഇവർ ഒരുക്കിയ ഒളിത്താവളത്തിലാണ് അർജുൻ ആയെങ്കിൽ കഴിഞ്ഞത്. തൊട്ടടുത്ത ദിവസം, അതായത് വ്യാഴാഴ്ച ഏകദേശം രാവിലെയോടുകൂടി തന്നെ പ്രണവ് എന്ന് പറയുന്ന സുഹൃത്തിനോടൊപ്പം അവരുടെ ഈ ജോലി സ്ഥലത്തേക്ക്, അതായത് ജോലി ഒരിടത്ത് ചെയ്യുന്ന ജോലിയല്ല, അവർ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഒരു സർവീസ് പോലെ ഉള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണ് ഈ പ്രണവ്. ആ പ്രണവ് ഓരോ ഇടത്ത് പോയി ഈ ജോലി ചെയ്യുമ്പോഴും ആ കാറിനകത്ത് അർജുൻ ആയെങ്കിൽ ഉണ്ടായിരുന്നു. അതിങ്ങനെ മട്ടന്നൂർ, ചാലോട് ഒക്കെ ഭാഗത്തേക്ക് സഞ്ചരിച്ചു എന്നുള്ള ഒരു വിലയിരുത്തൽ പോലീസിന് പിന്നീടാണ് ലഭിക്കുന്നത്. ഈ പ്രണവ് പിന്നീട് അർജുൻ ആയെങ്കിയെ തളിപ്പറമ്പ് ഭാഗത്ത് സുജിൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തിന്റെ പക്കലേക്ക് ഇറക്കുന്നു. ആ തളിപ്പറമ്പിലാണ് അർജുൻ ആയെങ്കിൽ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുന്നത്. അതിനുശേഷം ഈ പ്രണവ് സഞ്ചരിച്ചിരുന്ന കാർ നഗരത്തിൽ പലയിടങ്ങളിലൂടെ, അതായത് കണ്ണൂർ നഗരത്തിലൂടെ, തളിപ്പറമ്പ് ഭാഗത്തു നിന്നും പിന്നീട് മട്ടന്നൂർ ഭാഗത്തേക്ക്, അങ്ങനെ പലയിടങ്ങളിലായി കണ്ണൂർ ജില്ലയിൽ തന്നെ പലയിടങ്ങളിലേക്കും ഈ പ്രണവ് സഞ്ചരിച്ചിട്ടുള്ള വാഹനങ്ങൾ ഇങ്ങനെ തുടർച്ചയായി സഞ്ചരിക്കുകയായിരുന്നു. പോലീസ് ആദ്യഘട്ടത്തിൽ ധരിച്ചിരുന്നത് ഈ കാറിൽ അർജുൻ ആയെങ്കിൽ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ പിന്നീടാണ് പോലീസിന് മനസ്സിലായത് ഇത് തങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി പ്രണവും അർജുൻ ആയെങ്കിയും ഒക്കെ ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു പ്ലാനാണ്, ഒരു പദ്ധതിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അങ്ങനെ പിന്നീട് ഈ കാർ ഉപേക്ഷിച്ച് പോലീസ് അർജുൻ ആയെങ്കിൽ എവിടെയാണുള്ളത് എന്നുള്ള അന്വേഷണത്തിലേക്ക് കടന്നു. അങ്ങനെയാണ് തളിപ്പറമ്പിലേക്ക് അർജുൻ ആയെങ്കിൽ ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ആ സമയത്താണ് അർജുൻ ആയെങ്കിൽ അവിടെ നിന്നും, അതായത് ഈ തളിപ്പറമ്പിൽ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ നിന്നും മെല്ലെ എസ്കേപ്പായി അവിടെ നിന്നും ഒരു ഓട്ടോറിക്ഷയിൽ പലയിടങ്ങളിലേക്ക് കറങ്ങി. അതായത് തളിപ്പറമ്പ് ഓട്ടോറിക്ഷയിൽ കയറുന്നു, പയ്യന്നൂർ, മാതമംഗലം ഭാഗത്തൊക്കെ കറങ്ങി അതിനുശേഷമാണ് ചുടലയിൽ വന്നിറങ്ങുന്നത്. അതായത് നേരിട്ട് ചുടലയിൽ പോയി ഇറങ്ങുകയായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ തളിപ്പറമ്പിൽ നിന്നും ഓട്ടോ എടുത്ത് പലയിടങ്ങളിൽ പയ്യന്നൂരിൽ നിന്നും മാതമംഗലത്ത് വഴി പരിയാരം വഴിയൊക്കെ തിരിച്ച് നേരെ ചുടലിയിലേക്ക് വന്നിറങ്ങുകയായിരുന്നു. ഇത് ഒരു റൗണ്ട് ചുറ്റുകയായിരുന്നു ഈ ഓട്ടോയിൽ. ഈ സമയത്താണ് അർജുൻ ആയെങ്കിൽ പല സുഹൃത്തുക്കളെയും ബന്ധപ്പെടുന്നത്. ഈ അഭിഭാഷകയെ ഉൾപ്പെടെ ആ സമയത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ പിന്നീട് ചുടലിയിൽ വന്നിറങ്ങുന്നു. ചുടലിയിൽ വെച്ചാണ് രാഹുൽ എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്തിന്റെ ചുവന്ന നെക്സോൺ കാറിൽ കണ്ണൂരിലേക്ക് പുറപ്പെടുന്നത്. പിന്നീട് ഈ ഓട്ടോ ഡ്രൈവർ നൽകിയിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുലാണ് വന്ന് ഈ അർജുൻ ആയെങ്കിയെ ചുടലയിൽ നിന്നും പിക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നു. ഈ രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. അവസാനം രാഹുൽ പറഞ്ഞു, കണ്ണൂരിൽ ഞാൻ ചെന്നിറക്കിയിട്ടുണ്ട്. അവസാനം പോലീസിനോട് ഈ രാഹുൽ പറഞ്ഞത് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്താണ് ഈ അർജുൻ ആയെങ്കിയെ ഞാൻ ചെന്നിറക്കിയത് എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് ആ ഭാഗത്തുള്ള CCTV-കൾ പോലീസ് പരിശോധിച്ചു. അവിടെയുള്ള ഒരുപാട് CCTV-കൾ പരിശോധിച്ചപ്പോഴും ആ ഭാഗത്തേക്ക് അങ്ങനെ അർജുൻ ആയെങ്കിൽ ഇറങ്ങിപ്പോകുന്നതോ ആ ചുവന്ന നെക്സോൺ കാർ വന്ന് നിൽക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതോടുകൂടി തന്നെ ഈ രാഹുലിനെ വീണ്ടും ചോദ്യം ചെയ്തു. അങ്ങനെയാണ് ഈ രാഹുൽ സഞ്ചരിച്ചിട്ടുള്ള വഴിനീളെയുള്ള, അതായത് തളിപ്പറമ്പ് മുതൽ കണ്ണൂർ വരെയുള്ള CCTV-കൾ പോലീസ് പരിശോധിച്ചു. കണ്ണൂർ നഗരത്തിൽ ഈ ചുവന്ന നെക്സോൺ കാർ ഏത് ഭാഗത്തേക്കാണ് പോയത് എന്നുള്ള കാര്യം മനസ്സിലാക്കി. അങ്ങനെയാണ് ഈ അഭിഭാഷക ദമ്പതികളുടെ ഈ ഫ്ളാറ്റിലേക്ക് പോലീസ് സംഘം എത്തുന്നത്. ആ സമയത്തും ഇവിടെ അർജുൻ ആയെങ്കിൽ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുക. അവിടെ 2 ഫ്ളാറ്റുകളുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ അതിന്റെ ദൃശ്യങ്ങൾ കാണിച്ചതാണ്. പക്ഷേ പിന്നീട് ഈ പോലീസ് ഇതിന്റെ ഹൗസ് ഓണറെ ബന്ധപ്പെടുന്നു. ഹൗസ് ഓണറെ ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അർജുൻ ആയെങ്കിൽ എത്തിയിട്ടുണ്ട്
എന്നുള്ള കാര്യം ഉറപ്പിച്ചതിന് ശേഷമാണ് ആ അപ്പാർട്ട്മെന്റ് വളയുകയും ആ അപ്പാർട്ട്മെന്റിൽ നിന്നും അർജുനായങ്കിയെ പിടികൂടുകയും ചെയ്തത്. അർജുനായങ്കി ഒറ്റയ്ക്കല്ല, അർജുനായങ്കിയുടെ കൂട്ടാളികളിലേക്കും അന്വേഷണം കടക്കുമെന്നുള്ള കാര്യം ഇന്നലെ തന്നെ പോലീസ് വ്യക്തമാക്കിയത്. എന്തായാലും കണ്ണൂരിൽ അർജുനായങ്കിക്ക് ഒളിത്താവളം ഒരുക്കി നൽകിയത്, എല്ലാ സംവിധാനങ്ങളും ഒരുക്കി നൽകിയത് 1/2 ഡസനോളം അർജുനായങ്കിയുടെ സുഹൃത്തുക്കളാണ്. ഈ ക്രിമിനലിനെ അല്ലെങ്കിൽ ഇത്രയും വലിയ പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ വെല്ലുവിളിച്ചിട്ടുള്ള അർജുനായങ്കിക്ക് സുരക്ഷയൊരുക്കി നൽകിയത് അർജുനായങ്കിയുടെ 1/2 ഡസനോളം വരുന്ന സുഹൃത്തുക്കളാണ്. ഇവർ പലരും ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ള വിവരം കൂടി നമുക്ക് പങ്കുവെക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഡോക്ടർ താങ്ക് യു. അർജുൻ കല്യാണാണ് വിശദമായി ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്.